ഇപ്പോൾ നമ്മുടെ പിങ്കി പട്ടിക്കുട്ടി ഇതാ ഇവളുണ്ടല്ലോ, ഇവളിപ്പോൾ കാണാറില്ല കേട്ടോ, ഇവളിപ്പോൾ വരാറില്ല, പതിവായി വന്നുകൊണ്ടിരുന്നതാണ്. അവൾക്ക് എന്നും ബിസ്ക്കറ്റും ചോറും മീനും ഒക്കെ ഞാൻ കൊടുത്തിരുന്നത് കേട്ടോ. ഇപ്പോൾ അവളെ കാണാനില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി കുറേ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആർക്ക് കൊടുക്കുന്ന അങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇവളില്ലാണ്ടായപ്പോൾ എന്തോ ഒരു ശൂന്യത പോലെ. ആകെ ഒരു മാസമൊറ്റേ ആയിട്ടുള്ള അവളോട് വന്നിട്ട്, എന്നാൽ പോലും ഒരു പാവമായിരുന്നു. പൂച്ചകളെ ഉപദ്രവിക്കില്ല, ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇവളെ പേടിപ്പിക്കാനായിട്ട് കുറേ ആൺപട്ടികളും കുറേ പെൺപട്ടികളൊക്കെ ഈ വീടിന് ചുറ്റും കിടന്ന് ഓടാറുണ്ട് നേരത്തെ നമ്മുടെ മതിലിൻ്റെ പുറത്ത്. അപ്പോൾ അവരിവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവരെ ശരിക്കും വേറെ എവിടെയെങ്കിലും കുറച്ച് ഭക്ഷണം വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഇവളെ അവർ ഉപദ്രവിക്കുമല്ലോ അത് പേടിച്ചിട്ട്. പക്ഷേ ഇവൾ കാണാണ്ടായിട്ട് ഞാൻ എന്നും പ്രതീക്ഷിക്കൂട്ടോ ഇവൾ വരുന്നു വിചാരിച്ചു. ഇവളെ അന്വേഷിച്ചുള്ള പറമ്പിലെല്ലാം ഞാൻ നടന്നു, പക്ഷേ കണ്ടില്ല. നമ്മൾ വളർത്തിയതൊന്നുമല്ല, വളരെ പെട്ടെന്ന് നമ്മളായിട്ട് കൂടി ഇണങ്ങിയ ഒരു പാവമായിരുന്നു. പൂച്ചകളുടെയൊക്കെ ഒപ്പം തന്നെ കിടന്നുറങ്ങും അവൾ, ഒന്നും ഉപദ്രവിക്കാറില്ല കേട്ടോ. പക്ഷേ മറ്റേ പട്ടികളൊക്കെ പൂച്ചകളെ ഉപദ്രവിക്കും. അതുകൊണ്ട് എനിക്ക് ഗേറ്റ് തുറക്കാൻ തന്നെ പേടിയാണ്. അവർ ഓടി വന്ന് ചിലപ്പോൾ പൂച്ചകളെ ഉപദ്രവിക്കാറുണ്ട്. ഇനിയിപ്പോൾ അവൾ വന്നില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആ ബിസ്ക്കറ്റൊക്കെ ഇവിടെ വരുന്ന പട്ടികൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ അവരൊക്കെ കുറച്ച് എന്താ പറയുക, നമ്മളെ അത്ര ഇണങ്ങാത്തവരാണ്. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. ഒരാണും ഒരു പെണ്ണുമാണ് കേട്ടോ വന്നത്. അപ്പോൾ ഒപ്പം ഇട്ട് കൊടുത്ത പെൺപട്ടി അവനെ ഉപദ്രവിക്കണു. നല്ല ഭംഗിയായിട്ട് അവനെ കാണാൻ, ചെവിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് നല്ലൊരു പട്ടിയാണ്. പക്ഷേ എനിക്ക് അവരെ അത്ര വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ ഗേറ്റ് അടച്ചു കേട്ടോ. ബിസ്ക്കറ്റൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്.